തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP നയിക്കുന്ന NDA മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. NDAയുടെ വൈസ് ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ മുന്നണി വിടാനുള്ള ഒരു ആലോചന ഇപ്പോൾ വരാനുള്ള കാരണം? 2016 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിനൊരു നീതിയും കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ നമ്മളെ VSTPയുടെ പ്രതിനിധി സഭയിൽ 2500ഓളം പ്രതിനിധികൾ വന്നു. ഒരു പ്രതിനിധി പോലും ഈ BJPയുമായി അനുകൂലിച്ച് നിൽക്കേണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയത് വൈകുണ്ഠസ്വാമിയുടെ കാര്യം നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു ഓൺലൈനായിട്ടൊരു ഉദ്ഘാടനം നടത്തണമെന്ന് കഴിഞ്ഞ മാർച്ച് 12-ന് നമ്മളൊരു ഉഭയകക്ഷി ചർച്ചയുണ്ടായിരുന്നു. അന്ന് അതിൽ പങ്കെടുത്ത ഒന്ന് കൃഷ്ണദാസ് ജി, സുഭാഷ് ജി, നമ്മുടെ സുരേന്ദ്രജി, ഈ മൂന്നുപേരും പങ്കെടുത്തു. അതിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഘം മുഖേന RSSൻ്റെ പ്രാന്തപ്രചാരക മുഖേന ഇങ്ങനെ ഒരു ഓൺലൈൻ ഉദ്ഘാടനം നടത്തുന്നതിന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അത് നിങ്ങൾ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ സാധിച്ചോ, നിങ്ങൾ എന്തിനു പോയത്, നമ്മളിവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. എനിക്കുള്ള അതിർത്തി തിരുവനന്തപുരം ജില്ലയായിട്ടാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് കേന്ദ്രത്തിൽ ചെന്ന് ബന്ധപ്പെട്ടൂടെ? RSSനൊരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ ചൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കുട്ടിക്കാലം മുതലേ നിന്ന പ്രസ്ഥാനമല്ലേ, എൻ്റെ ദുഃഖമല്ലേ പറഞ്ഞത്, അതിൽ ചൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. 2016 മുതൽ NDA മുന്നണിയിലുണ്ട്. NDA മുന്നണിയിലുണ്ടായിട്ട് കാമരാജ് കോൺഗ്രസ് എന്ത് നേടി? NDA മുന്നണിയിൽ വന്നതിന് ശേഷം എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, അവർ NDA മീറ്റിങ്ങിൽ 1-2 ചായ കുടിച്ചു, അത്രയല്ലാതെ വേറെ ഒന്നും നേടിയിട്ടില്ല. NDA മീറ്റിങ്ങിൽ വെറുതെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ അവർ തീരുമാനിക്കും, അത് പറയും, അഴിച്ചു പോകുന്നുള്ളതല്ലാതെ NDA ഒരു മീറ്റിംഗ് ആയിട്ട് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. BJP വളർന്നു പോകണമെന്നുള്ള ആഗ്രഹമല്ലാതെ കൂട്ടത്തുള്ള കക്ഷികൾ എങ്ങനെ നശിച്ചു പോകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ്, ആറ്റിങ്ങൽ തിരഞ്ഞെടുപ്പ് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ട് അവർ തോൽവിയുടെ കാരണം കണ്ടെത്തി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊക്കെ അറിയണ്ടേ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ, എന്നാലേ ഞങ്ങൾക്കും കൂടി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കൂ. അത് ഒരു വലിയേട്ടൻ മനോഭാവം. ഈ അങ്ങത്തെ എന്ന് പറഞ്ഞ പോലെ അവർ അങ്ങത്തമാരായിട്ട് ആണ് ഈ നേതാക്കൾ നിൽക്കുന്നത്. വേറെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ. നമ്മളെ മാത്രം പരിഗണിച്ചിരുന്ന ഇന്ന് ഇവിടെ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമായിരുന്നു. ഒറ്റ പ്രാവശ്യം മത്സരിച്ച് ഇവിടെ നിന്ന് ഓട്ടിച്ചു വിടാനുള്ള വെപ്രാളമല്ലേ ഈ പാർട്ടിക്ക്. അപ്പോൾ ഇവർക്ക് കേന്ദ്രമന്ത്രി ഉണ്ടാവണേലും താല്പര്യമില്ല. ഇവിടെയുള്ള ചില ആളുകൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കേന്ദ്രമന്ത്രി ആവാമെന്നുള്ളൊരു ചിന്തയാണ് വന്നിരിക്കുന്നത്. ഈ അവഗണനകളൊക്കെ നമ്മൾ ഈ 19-ാം തീയതി മീറ്റിങ്ങിന് ശേഷം കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് അറിയിക്കും. മുന്നണിക്കകത്തുള്ള അസ്വാരസ്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ക്യാമറമാൻ നെല്ലേമുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.